ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാൻ മാർക്കറ്റിൽ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ട്രേഡിൽ എൻട്രി എടുത്ത്. സെയിം എക്സാക്ട്ലി ആ ക്യാൻഡിലിൻ്റെ തന്നെ ലോ ആയിരിക്കും. ഒരു ട്രെൻഡിന് അഗൻസ്റ്റാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്. 56,900 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്ത് 175 ക്വാണ്ടിറ്റി എടുത്ത ഉടനെ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. 1200 നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് ട്രേഡിലുള്ളത്. നല്ലൊരു ലോസ് ആവുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. നമുക്ക് 398.30 ആണ് ആവറേജ് ബൈയും കിട്ടിയത്. 383 ട്രിഗർ വന്നിട്ട് 380. ഇതിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനാണ് ചാൻസ് ആയി. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. അടുത്ത ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എക്സാക്ട്ലി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത ഉടനെ തന്നെ അവിടെ നിന്ന് റിവേഴ്സലാവുമായിരുന്നു. ട്രേഡേഴ്സ് അടുത്ത ഒരു ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ച് മേലിലേക്ക് പോകാനുള്ളൊരു ശ്രമം കാണിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് നമുക്കൊരു ബൈയിങ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് 397. നമ്മുടെ എൻട്രി 397.77 നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ തന്നെ വയ്ക്കാനാണ് പ്ലാൻ. അപ്പോൾ ഏതായാലും ഒരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസ് 398 കിട്ടിയിരിക്കുന്നത്. ഫൈൻ. ഏതായാലും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 377 378 കറക്റ്റ്. ഓക്കെ, ജസ്റ്റ് ഇപ്പം ചെറുതായിട്ടൊരു അപ്പ് സൈഡ് മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. ഇപ്പോൾ ഒരു 1000 റുപ്പീസിൻ്റെ അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിന് മാത്രമാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് വയ്ക്കാം. ജസ്റ്റ് മാർക്കറ്റ് ഒരു ഫോളിംഗ് മാർക്കറ്റിലാണ്. നേരത്തെ ജസ്റ്റ് നമ്മളുടെ ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി അടുത്ത മാർക്കറ്റ് മേലിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ്, നേരത്തെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത്. ജസ്റ്റ് നെക്സ്റ്റ് അടുത്ത ക്യാൻഡിൽ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആ ഒരു ക്യാൻഡിലിൻ്റെ ലോയിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത്. ഈ ഒരു പോർഷനിലായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ്. എക്സാക്ട്ലി അടുത്ത ക്യാൻഡിൽ തന്നെ വന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമായിരുന്നു. അവിടുന്ന് വീണ്ടും മാർക്കറ്റ് മേലിലേക്ക് പോകാൻ തുടങ്ങിയപ്പം ആ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ ട്രേഡ് എടുത്തു. ജസ്റ്റ് അതിൻ്റെ താഴത്ത് ആ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസും ഈ ഒരു ലെവലിൽ ടാർഗറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് വെച്ചിട്ടില്ല, ജസ്റ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ലോസിന് ഏതായാലും റിക്കവർ ചെയ്യുന്നൊരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. ചെറിയൊരു ലോസാണ് ഇപ്പോൾ കാണിക്കുന്നത് മാർക്കറ്റ്. എനിക്ക് ഇവിടുന്ന് ഒരു അത്യാവശ്യം ഒരു ബുള്ളിഷ് മൊമെൻറ്റമാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അല്ല നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ്. ഏതായാലും ഇപ്പോൾ ഒരു 1200-1000+ ഒരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടിയത് 398.04 ബാങ്ക് നിഫ്റ്റിയിൽ 56,900 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തേക്കുന്നത്. എഗെയിൻ മാർക്കറ്റിൽ ഫോളാണ് കാണിക്കുന്നത്. ഫോളല്ല, റിജക്ഷൻ കാണിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമുക്ക് ഇറങ്ങാം. ട്രേഡേഴ്സ് വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രേഡ് സെക്കൻഡ് ട്രേഡിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു 6,000 ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഏതായാലും ഇനി ഒരു ട്രേഡും കൂടെ കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയും കൂടെ കാണുന്നുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ ജസ്റ്റ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. സെയിം ഒരു സ്ട്രൈക്ക് പ്രൈസിൽ തന്നെയാണ് എൻട്രി എടുത്തത്. ഇനിയിപ്പോൾ നമ്മുടെ തേർഡ് ട്രേഡാണ്. ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലോസ് ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങണമായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 7,000 അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി ഈ ഒരു ക്യാൻഡിലിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 100 പോയിൻറ്റ്സിൻ്റെ മേളിൽ വേണമെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 100 പോയിൻറ്റ്സിന് എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡി മാർക്കറ്റ് നല്ല ഉദ്ദേശിച്ച് ഒരു 100 പോയിൻറ്റ്സിന് മേളിൽ പോകാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. സോ മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഏരിയ എത്തിയിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മളുടെ ട്രേഡിൽ നമുക്ക് പ്ലാൻ ചെയ്യാം, ഇറങ്ങണോ വേണ്ടിയോ എന്ന്. ഏതായാലും നമുക്ക് എൻട്രി കിട്ടിയത് 383.78 നമുക്ക് ആദ്യം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ഫൈൻ വെരി ഗുഡ്. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും വെച്ചേക്കാം. നമ്മൾ എൻട്രി എടുത്ത ക്യാൻഡിലിൻ്റെ ലോ തന്നെയാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. വലിയൊരു സ്റ്റോപ്പ് ലോസ് ഒന്നുമില്ല, ചെറിയൊരു സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. 362 ട്രിഗർ വന്നിട്ട് 360 ട്രിഗർ ഒരു കൂട്ടി വേണ്ട അല്ലേ കൊടുക്കാൻ. 363 വന്നിട്ട് ഓക്കെ ട്രിഗർ 63 കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഒരു 1,000 റുപ്പീസിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. ഇവിടുന്നല്ല നേരത്തെ തൊട്ടേ ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് ഞാൻ അപ്സൈഡ് എൻട്രി എടുക്കാനുള്ളൊരു കാരണം. ഇനിയിപ്പോൾ ഏതായാലും നോക്കാം, ഞാനൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു ലോസിലേക്ക് 6,000 പ്ലസ് ആയിരുന്നു നമ്മൾ ലോസിലുണ്ടായിരുന്നത്. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഞാനൊരു ലൈൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ലൈൻ വരെ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു മൊമെൻറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. സോ നമ്മളുടെ ടാർഗറ്റ് ഏരിയ ഇപ്പം ഓൾമോസ്റ്റ് നമ്മളുടെ ലോസിനെ റിക്കവർ ചെയ്ത് ഏകദേശം ഗ്രീനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഒരു ടാർഗറ്റ് ഏരിയ എത്തിയിട്ട് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, റെഡ് ക്യാൻഡിൽ വല്ലതും ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് എക്സിറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൈൻ കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈൻ വരെ വെയിറ്റ് ചെയ്യാമെന്നാണ് ട്രേഡേഴ്സ് എനിക്ക് തോന്നുന്നത്. സോ മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം നമ്മുടെ ലോസിനെ ഓൾമോസ്റ്റ് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ലാസ്റ്റ് ട്രേഡായിട്ടാണ് ഞാൻ എടുത്തത്. ഇതും കൂടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം നമ്മുടെ ലോസ് ലിമിറ്റുമായി നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങായിരുന്നു. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബുള്ളിഷ് മൊമെൻറ്റം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആദ്യത്തെ 2 ട്രേഡിലും ഞാൻ അതായിരുന്നു, ഇങ്ങനെയുള്ളൊരു മൊമെൻറ്റമാണ് ഞാൻ അവിടെ നിന്നും പ്രതീക്ഷിച്ചത്. പക്ഷേ കിട്ടിയില്ല. അത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പക്ഷേ അടുത്ത ട്രേഡിൽ നമുക്ക് വി കെയിം ടു എ ഗ്രീൻ. നമ്മളൊരു ഗ്രീനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളുടെ റെഡിൽ നിന്ന് ഗ്രീനിലേക്ക് എത്തിയിട്ടുണ്ട്. മാർക്കറ്റിനെ ഒരു റിജക്ഷനാണോ കാണിക്കുന്നത്, നമ്മളുടെ ഒരു ഏരിയ എത്തിയിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കാം. അവിടുത്തെ ഒരു റിയാക്ഷൻ നോക്കിയിട്ട് നമുക്ക് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യണോ അതോ നമ്മളുടെ ഒരു ടാർഗറ്റ് ഏരിയയിൽ എക്സിറ്റ് ചെയ്യണോ എന്ന് നോക്കാം. ഇപ്പോൾ ചെറിയൊരു റെഡ് വീണ്ടും ആയിട്ടുണ്ട്. ഏതായാലും നോക്കാം, ട്രേഡ് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് എക്സാക്ട്ലി നമ്മളുടെ ടാർഗറ്റിൻ്റെ ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ഞാൻ നമ്മളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് അല്ല, നമ്മളുടെ ട്രേഡിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു കോസ്റ്റിൽ തന്നെ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ആ ഏരിയ എത്തിയതിന് ശേഷം ഇവിടെ കുറച്ച് നേരമായി ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള സമയങ്ങളിൽ മാർക്കറ്റ് അവിടെ നിന്ന് ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റമാണ് ചെയ്യാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നമ്മളുടെ ടാർഗറ്റ് ഏരിയയും കൂടി ആയതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഏതായാലും ഇന്നത്തെ ട്രേഡ് നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്.